നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള തീരത്തിനടുത്ത് മുങ്ങിയ MSC കപ്പലിലെ ഇന്ധന ടാങ്കുകളുടെ എണ്ണ നീക്കാനാവാത്തത് അപകട സാധ്യതയായി തുടരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകും മുമ്പ് സമയബന്ധിതമായി എണ്ണ നീക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുന്നുണ്ട്. സങ്കീർണമായ സാഹചര്യം കണക്കിലെടുത്ത് കപ്പലുടമകൾ പുതുതായി കരാർ നൽകിയ സ്ഥാപനമാകും ഇനി എണ്ണ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. 24 മണിക്കൂറിനകം അവരുടെ പ്രവർത്തനം തുടങ്ങും. ടാങ്കിൽ ചോർച്ചയുണ്ടായാൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മോശം കാലാവസ്ഥ മൂലം ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ധന ടാങ്കുകൾ, വെന്റുകൾ, സൗണ്ടിംഗ് പൈപ്പുകൾ എന്നിവയുടെ ക്യാപ്പിംഗും സീലിംഗും വിജയകരമായി പൂർത്തിയാക്കിയതാണ് ആശ്വാസം. പുതുതായി എണ്ണ പടർന്നിട്ടില്ല. സാഹചര്യങ്ങൾ മാറിയതിനാൽ കടലിലെ ദൗത്യം പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടു പോകുന്നില്ല. കരാറുകാരനെ മാറ്റിയതും മൺസൂൺ ശക്തമാകുന്നതും കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ എയർ ഡൈവിംഗ് പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചി താജ് മലബാർ ഹോട്ടലിലെ കൺട്രോൾ സെന്ററിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം നാൻസാർത്തി എന്ന ടഗ് കൊച്ചി തുറമുഖത്ത് തന്നെയാണ്. സ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഓഫ്ഷോർ ഗാർഡ് ഡ്യൂട്ടിയിലേക്ക് ഇത് മടങ്ങും. പകരമായി ഗാർഡ് ടഗായ കാനറ മേഘ മുംബൈയിൽ നിന്ന് അപകട സ്ഥലത്തേക്ക് വൈകാതെ എത്തും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കടൽ തീര നിരീക്ഷണം നടത്തുന്നു. ICGS അനക്ക് സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. തീരദേശത്ത് അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് തരികൾ ശേഖരിക്കുന്നത് തുടരുന്നു. പക്ഷേ വീണ്ടും ഇത് വന്നടിയുന്നുണ്ട്. ഇതുവരെ 65 ടൺ പ്ലാസ്റ്റിക് തരികളാണ് ശേഖരിച്ചത്. കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. 4 കണ്ടെയ്നറുകൾ കൂടി കണ്ടെത്താനുണ്ട്. തിരുവനന്തപുരത്തും രാമേശ്വരത്തും വോളണ്ടിയർമാർ തീരശുചീകരണം തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് 2 ദിവസമായി കന്യാകുമാരിയിലെ തീരദേശ ശുചീകരണം നിർത്തിവച്ചിരിക്കുകയാണ്. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ കനത്ത പുക രക്ഷാദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നു. കപ്പലിലെ തീയണയ്ക്കാൻ രാസപ്പൊടി അടക്കമുള്ളവ രക്ഷാദൗത്യ സംഘം ഉപയോഗിച്ചിരുന്നു. വെള്ളവും പതയും കപ്പലിലേക്ക് ചീറ്റിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ തുടരുന്നത്. കപ്പലിന്റെ ഡെക്കിന്റെ മുൻഭാഗത്തും ബങ്കർ ടാങ്കിന്റെ സമീപത്തുമാണ് തീ അവശേഷിക്കുന്നത്. കപ്പലിനെ 45 നോട്ടിക്കൽ മൈലിലേറെ ദൂരത്തേക്ക് കെട്ടിവലിച്ച് മാറ്റിയെങ്കിലും ഉള്ളിൽ കയറിയുള്ള പരിശോധന നടത്താനായിട്ടില്ല. ഉള്ളിൽ പരിശോധന നടത്തിയാലേ അപകടത്തിൽ കാണാതായ 4 പേരെ കുറിച്ച് അറിയാനാകൂ എന്ന നിഗമനത്തിലാണ് സംഘം. എന്നാൽ കനത്ത പുകയ്ക്കൊപ്പം ചില വാതകങ്ങൾ രൂപപ്പെട്ടത് സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാദൗത്യത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്.